ഹലോ ഗായ്സ്, ഇന്ന് നമുക്കൊരു ബ്രെഡ് പുഡിംഗ് ഉണ്ടാക്കാം. അതിനാവശ്യമായ ബ്രെഡ്, പിന്നെ ഒരു മുട്ടയാണ് ഞാൻ എടുത്തേക്കുന്നത്. അതിൻ്റെ കൂടെ കുറച്ച് പാലൊഴിച്ച് കൊടുക്കുക. അതിന് ശേഷം മിക്സിയിൽ നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കുക. നല്ല സോഫ്റ്റായിട്ട് നല്ല ഫൈനായിട്ട് കിട്ടുന്ന പോലെ ഒരു തരി പോലും ഇല്ലാത്ത രീതിയിൽ നമ്മൾ അതിനെ നല്ലപോലെ അരച്ചെടുക്കുക. അതിനുശേഷം നമ്മളൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഷുഗർ ഇട്ട് കൊടുക്കുക. കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് അത് ക്യാരമലൈസ്ഡ് ആക്കി എടുക്കുക. അതിന് കുറച്ച് ടൈം എടുക്കും കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ ഇളക്കി അടിയിൽ ചെറുതായിട്ടൊന്ന് പിടിക്കുന്നുണ്ട്. നല്ലതുപോലെ ഇളക്കി ഒഴിച്ച് കൊടുക്കുമ്പോഴത്തേക്കും അത് ശരിയായിട്ട് നല്ലതുപോലെ ക്യാരമലൈസ്ഡ് ആക്കി എടുത്തതിന് ശേഷം ആദ്യം ഇളക്കുമ്പോൾ ജസ്റ്റ് ഒരു കട്ടി പിടിച്ചവരിക്കും. പിന്നീടത് ശരിയായി വരുന്നുണ്ട്. നല്ലതുപോലെ ഇളക്കിയെടുത്തതിന് ശേഷം അതിൻ്റെ കളർ മാറും, ചെറിയൊരു ഗോൾഡൻ കളറാണ്. അതിന് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇപ്പം നല്ല പിടിക്കുന്നില്ല, അടിയിൽ പിടിക്കുന്നില്ല. കളർ മാറി വരുന്നുണ്ട്. ഇത് കുറച്ചധികം ടൈം എടുക്കും കേട്ടോ. നല്ലതുപോലെ നോക്കി കൊടുത്താൽ മതി. കൈ വിടരുത്. കൈ വിട്ടാൽ പെട്ടെന്ന് അത് കരിഞ്ഞു പോകും. നമ്മൾ നല്ലതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ചെറുതായിട്ട് ഗോൾഡൻ കളറായി വരുന്നുണ്ട്. ഇതിന് കുറച്ചുകൂടെ കുറച്ചുകൂടെ വെള്ളം ഒഴിക്കുന്ന ആവശ്യമുണ്ട്. കുറച്ച് തിക്കായി പോയി. അത് നമ്മൾ ആ പ്ലേറ്റിലേക്ക് മാറ്റുമ്പോഴത്തേക്കും അതിൻ്റെ ഡിഫറൻസ് അറിയാൻ പറ്റും. നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഫ്ലെയിം ഏറ്റവും ഓഫാക്കുക കേട്ടോ. ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് കളർ ചെറിയൊരു ഡിഫറൻസ്. അതിപ്പോൾ ഞാൻ കുറച്ച് ടൈറ്റായിപ്പോൾ അത് വെള്ളം കുറച്ചുകൂടെ ഒഴിക്കണമായിരുന്നു. പിന്നെ നമ്മൾ അതിലേക്ക് ആ ബാറ്റർ ഒഴിച്ച് കൊടുക്കുക. അതൊഴിച്ച് കൊടുക്കുക. നമ്മൾ അടിച്ച് വെച്ച ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ട് ഓക്കെ, ഒരു ഇഡലിച്ചെമ്പിലേക്ക് കുറച്ച് വെള്ളം വെച്ചിട്ട് അത് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ ബാറ്റർ വെച്ച് കൊടുക്കുക. അടച്ചിട്ട് ഒരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.